നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു ഹാങ്ങിങ് ലാമ്പ് ഉണ്ടാക്കാം അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബലൂണും നൂലുമാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ റൈഡർ ഗൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 3 ഐറ്റംസ് കൊണ്ടാണ് നമ്മളെ ഹാങ്ങിങ് ലാമ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. നൂല്, ബലൂണ്, പിന്നെ ഫെവിക്കോള്. ഇത്രയും ഐറ്റംസ് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ പ്രിപ്പറേഷൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഫെവിക്കോൾ എടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടൈറ്റും ആവരുത്, നല്ല ലൂസും ആവരുത്. ആ ഒരു പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബലൂണിന് ഫുള്ളായിട്ട് ചുറ്റാൻ ആവശ്യമായ നൂല് നമുക്ക് ഇതിലേക്ക് മുക്കി വെക്കാം. ഇതിലേക്ക് നന്നായിട്ട് മുക്കി വെക്കാം. നന്നായിട്ട് ഇതിൽ നമ്മൾ ആ ഗമ്മ് ഈ നൂലിലേക്ക് നന്നായി പിടിക്കണം. ഇനി നമുക്ക് ഈ വീർപ്പിച്ച ബലൂണിലേക്ക് നമുക്ക് നമ്മളെ നൂല് ചുറ്റിയെടുക്കാം. അതിന് മുന്നേ നമ്മൾ ഈ ബലൂണിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു സർക്കിൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സെല്ലോ ടാപ്പിൻ്റെ ആ ഒരു ഫ്രെയിമിലാണ് ഒരു സർക്കിൾ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു സർക്കിൾ മാർക്ക് ചെയ്യുന്നത്. നമ്മളെ കൈ കയറി പോകാനുള്ള അത്രയും ഒരു വട്ടം. ഇത് നമ്മൾ ബൾബ് ഇടാനൊക്കെ വേണ്ടിയിട്ടുള്ള നമ്മൾ കൈ കിടക്കുന്ന രീതിയിലുള്ള ആ ഒരു സൈസിലൊരു വട്ടം അത് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഏരിയ, ഇതിൻ്റെ ഈ ഒരു സർക്കിളിൻ്റെ ഉൾഭാഗം നമ്മൾ നൂല് ചുറ്റൂല, ബാക്കി പുറം ഭാഗം മൊത്തം നമ്മൾ നൂല് ചുറ്റിയെടുക്കാൻ പോകണം. അങ്ങനെ നമുക്ക് നൂല് ചുറ്റി തുടങ്ങാം. നമ്മൾ ഈ ബലൂൺ വീർപ്പിക്കുന്ന സമയത്ത് ഓവർ സൈസ് വീർപ്പിച്ചാൽ നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ചുറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു സൈസിൽ നമുക്ക് ബലൂൺ വീർപ്പിച്ചാൽ മതി. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് എല്ലാ വശവും നന്നായിട്ട് ഫുള്ള് ചുറ്റിയെടുക്കാം. അങ്ങനെ നമ്മളെ ഫസ്റ്റ് ലാമ്പിലേക്ക് വേണ്ട നൂല് നമ്മൾ ചുറ്റി കഴിയാറായി. ഇത് നമുക്ക് എത്ര ലാമ്പാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഓരോ ബലൂണും ഇതേപോലെ വീർപ്പിച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മളെ ലാമ്പ് ഫിറ്റ് ചെയ്യേണ്ട ആ ഫ്രെയിമും കൂടെ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ ഈ ലാമ്പിന് വേണ്ട ഫ്രെയിം ഞാൻ തെർമോക്കോളിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 3 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു പ്ലാറ്റ്ഫോം, അതിൻ്റെ ബോട്ടം പോർഷൻ, അതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ ഒരു ഫ്രെയിം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു ഗ്യാപ്പിലാണ് അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. ഞാൻ 3 ലാമ്പാണ് ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ 3 ലാമ്പ് ഫിറ്റ് ചെയ്യാനുള്ള മാർക്കാണത്. ഈ ഒരു ഗ്യാപ്പിലൂടെ നമ്മൾ അതിൻ്റെ വയറിങ് ഇടും. ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതിൻ്റെ വയറിങ് ഇതിലേക്കൂടെയാണ് ഇടുന്നത്. അതിൻ്റെ മേലെ വയറിങ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു പീസ് വെച്ചിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ മേളിലേക്ക് അതിൻ്റെ മെയിൻ കണക്ഷനും കൊടുക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുന്നേ അവിടെ കുറച്ച് സ്ലീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളെ ഫ്രെയിമിൽ നിന്ന് ലാമ്പിലേക്ക് പോകുന്ന വയറിങ് ഇതിനകത്തൂടെയാണ് നമ്മൾ ഇടുന്നത്. ആ ഒരു വയറിങ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ലീവാണ് ഇത്. നമ്മൾ ചാർട്ട് പേപ്പറിലായി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ചാർട്ട് പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ 2 എൻഡ് പോർഷനും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരി നമുക്ക് സ്ലീവ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് വയറിങ് റെഡി ആക്കാം. ഈ ഒരു ലെങ്ത്തിലുള്ള വയറാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് നേരെ നമ്മളെ തെർമോക്കോളിൻ്റെ ആ ഫ്രെയിമിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കുക. ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്ത ഹോളിലൂടെ നമുക്ക് വയറിങ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കാം. വയറിങ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ആ ഫ്രെയിമിൽ അതിൻ്റെ ബോട്ടം പോർഷനിൽ ഞാനൊരു തെർമോക്കോളിൻ്റെ ഒരു പീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിങ് കടത്തി വിടേണ്ട ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗമ്മ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെയിം മാർക്കിലൂടെ തന്നെ നമ്മൾ വയറിങ് ഫിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ച വയറിങ് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെ ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് 3 വയറും ഫിറ്റ് ചെയ്യാം, ഈ ഫ്രെയിമിലേക്ക് ഫിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മളെ വയറിങ്ങും അതിൻ്റെ ഫ്രെയിമൊക്കെ വർക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഉണക്കാൻ വെച്ച നമ്മളെ ലാമ്പിൻ്റെ ആ ഒരു മോൾഡ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ആ ഒരു വർക്കും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ഹാങ്ങിങ് ലാമ്പിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിയും. നമ്മൾ ലാമ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫ്രെയിം ഒന്ന് പെയിൻറ് ചെയ്തിട്ട് നമുക്ക് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ലാമ്പ് ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ ലാമ്പ്. ഇതിൻ്റെ നൂലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ള ബലൂൺ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് എയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നല്ലൊരു പക്ക ഫ്രെയിം നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഷേപ്പ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. നേരെ ബലൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വീർപ്പിച്ചാൽ ആ ഷേപ്പ് അങ്ങനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വയറിങ്ങിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രെയിമിൽ ഞാനൊരു ടാപ്പ് അടിച്ചിട്ടുണ്ട്, ഒന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെയിൻറ്റ് എല്ലാ ഭാഗത്തും ചെയ്തിട്ടില്ല, നമ്മൾ കാണുന്ന ഭാഗത്ത് മാത്രം. ബോട്ടം പോർഷനും 3 സൈഡ് പോർഷനിലുമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ലാമ്പ് ഇതിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ആ സ്ലീവും ഇടുന്നുണ്ട്, ഇതിൻ്റെ പിന്നെ ബൾബ് ഹോൾഡറും ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലാമ്പും കൂടി ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ബൾബ് ഹോൾഡർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ലാമ്പിൻ്റെ ഫ്രെയിമിൻ്റെ ടോപ്പ് പോർഷനിലൂടെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു വയറിങ് നമുക്ക് ഇതിനകത്തേക്ക് കടത്തിവിടാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എളുപ്പമാണ്. പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവും. അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം. അപ്പോൾ എങ്ങനെയുണ്ട്? ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് അല്ലേ. ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മേലെ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ച് നേരെ റൂഫിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പം ഉദ്ദേശിച്ചിരിക്കുന്നത്. പല ഡിസൈനിൽ നമ്മളൊരു ഐഡിയ പോലെ പല ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്, വളരെ എക്സ്പെൻസീവ് ഒന്നല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഉറപ്പിന് വേണ്ടി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ബാക്കി ഇതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളും കൂടെ ചെയ്യാം. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ ഹാങ്ങിങ് ലാമ്പ് എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ കളേർഡ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒന്നുകിൽ കളേർഡ് ആയിട്ടുള്ള നൂല് മേടിക്കുക, അല്ലെങ്കിൽ നമ്മളെ ഗമ്മ് മിക്സ് ചെയ്ത ആ ഗമ്മിലേക്ക് നമ്മൾ കളർ ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മൾ കളറായിട്ട് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹാങ്ങിങ് ലാമ്പാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ റൈഡർ ഗൈസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സുബി, സൈനിങ് ഓഫ്.